ഹലോ, ഇന്ന് ഞാൻ ഇവിടെ ഉണ്ടാക്കിയിരിക്കുന്നത് സമൂസയാണ്. നമ്മുടെ നോമ്പ് തുറക്കുമ്പം എല്ലാവരുടെയും ഇഷ്ട വിഭവമാണല്ലോ സമൂസ. ഇപ്പം എല്ലാവരും ഷീറ്റെല്ലാം വാങ്ങിയിട്ടാണ് സമൂസ ഉണ്ടാക്കാറ്. ഞാനിത് ഇന്ന് ഉണ്ടാക്കുന്നത് നമ്മുടെ നാടൻ രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് ഞാൻ 3 മീഡിയം സൈസ് സവാള സ്ലൈസാക്കി അരിഞ്ഞു വെച്ചതാണിത്. സവാള നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. അതിനായിട്ട് ഞാൻ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഒരു 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അത് ചൂടായി വരുമ്പോൾ നമുക്ക് ഈ സവാള അങ്ങോട്ട് കൊടുക്കാം. സവാള നന്നായിട്ട് വഴന്ന് വരട്ടെ. നന്നായിട്ട് വഴന്ന് വരുമ്പോഴാണ് നമുക്ക് രുചി അങ്ങ് കിട്ടുള്ളൂ. ചിലർക്ക് സവാള ഇങ്ങനെ കടിക്കുന്നതൊക്കെ ഇഷ്ടമായിരിക്കും. ചില ആളുകൾക്ക് അത് ഇഷ്ടാവില്ല സവാള കടിക്കുന്നത്. അപ്പോൾ നന്നായിട്ട് വഴറ്റി വരുമ്പോൾ അത് നല്ല രുചിയായിരിക്കും. അപ്പോൾ അതിനായിട്ട് നമ്മൾ സവാള നന്നായിട്ട് ഇങ്ങനെ വഴറ്റിക്കൊണ്ടിരിക്കുക. ഒരു അടപ്പ് വെച്ച് ഒന്നത് മൂടി വെക്കുക കുറച്ച് സമയം. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് സവാള വഴന്ന് കിട്ടിയിട്ടുണ്ടാകും. ഇപ്പോൾ സവാള പാകത്തിന് ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ചേർക്കാനുണ്ട്. അപ്പോൾ ഞാനിവിടെ പേസ്റ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ചേർക്കുന്നത്. അതിലോട്ട് 1 ടീസ്പൂൺ ഇഞ്ചിയും 1 ടീസ്പൂൺ വെളുത്തുള്ളിയും പേസ്റ്റാക്കിയത് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അതിൻ്റെ ആ പച്ച സ്മെല്ലൊക്കെ അങ്ങനെ മാറിക്കിട്ടാൻ വേണ്ടിയിട്ട് നന്നായിട്ട് വഴറ്റി കൊടുത്തുകൊണ്ടിരിക്കണം. 3 പച്ചമുളക് മിക്സിയിൽ ക്രഷ് ചെയ്തെടുത്തതാണിത്. നല്ല എരിവുള്ള പച്ചമുളകാണ്, അതുകൊണ്ട് ഞാൻ 3 എടുത്തത്. അതും നമ്മൾ സവാളയിലോട്ട് ഇട്ട് കൊടുത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക. എന്നിട്ട് ഞാൻ 1 ടീസ്പൂൺ ഗരം മസാല ഇതിലോട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. മറ്റുള്ള ബാക്കി മസാലയുടെ ആവശ്യമൊന്നുമില്ല, ഗരം മസാല തന്നെ മതി. പിന്നെ 1 ടീസ്പൂൺ നമ്മുടെ പെരുംജീരകപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് മറ്റുള്ള മസാലകൾ ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര ഓവർ മസാല കുത്തും സമൂസയിൽ. പിന്നെ ഞാൻ അതിലോട്ട് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഉപ്പും ചേർത്തിട്ടുണ്ട്. ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ചിക്കനിലും ഉപ്പ് ചേർക്കുന്നുണ്ട്. എല്ലാം കൂടെ ഉപ്പ് ഏറിക്കഴിഞ്ഞാലും പ്രശ്നമാണല്ലോ. അതുകൊണ്ട് ആവശ്യത്തിന് നോക്കി കണ്ടും ഉപ്പ് ചേർക്കുക. എന്നിട്ട് ഇതെല്ലാം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. പൊടികളൊക്കെ ഉണ്ടല്ലോ, പൊടികളൊക്കെ നന്നായിട്ട് ചേർന്ന് വരണം സവാളയിലോട്ട്. അപ്പോൾ അതൊക്കെ നന്നായിട്ട് മിക്സാക്കി കൊടുക്കണം. ഇനി ഇതിലോട്ട് ഞാൻ 1/2 ടീസ്പൂൺ നമ്മുടെ നെയ്യ് ഉണ്ടല്ലോ, നെയ്യോ ബട്ടറോ എന്ത് വേണേലും ചേർക്കാം, അത് ചേർക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്. ചേർത്താൽ രുചി ഒന്നുകൂടെ കൂടും. ആ നെയ്യിൻ്റെ സ്മെല്ല് ഒന്നുകൂടെ ടേസ്റ്റ് കൂട്ടും നമ്മുടെ സമൂസയുടെ. അപ്പോൾ അത് ചേർത്തിട്ട് അത് നന്നായിട്ട് അങ്ങ് ഇളക്കി കൊടുക്കുക. എന്നിട്ട് അതിലോട്ട് ഞാൻ അരിഞ്ഞു വെച്ച കറിവേപ്പില, മല്ലിയില, പുതിനയില ഇതെല്ലാം കൂടി ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഈ ഇലകളൊക്കെ ചേർക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെല്ലാണ് വരുന്നത്, നല്ല രുചിയാണ്. ഇത് ചിക്കൻ ഞാൻ ഉപ്പും മഞ്ഞൾപ്പൊടിയും അതുപോലെ കുരുമുളക് പൊടിയും ഇട്ടുകൊണ്ട് കുക്കറിൽ ഒരു 4 വിസിലൊക്കെ ഇട്ട് വേവിച്ചെടുത്തതാണ്. എന്നിട്ട് ഞാൻ കൈകൊണ്ട് ഇങ്ങനെ അത് പിച്ചെടുത്തെങ്ങാണ്ട് ആക്കി വെച്ചതാണ്. അതും ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് മിക്സാക്കി കൊടുക്കാം. ഇങ്ങനെ സമൂസ, കട്ട്ലേറ്റ് ഇതൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉപ്പ് നന്നായിട്ട് ശ്രദ്ധിക്കണം. കാരണം എല്ലാത്തിലും നമ്മൾ ഓരോന്നും ഇങ്ങനെ വേവിച്ചെടുക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഉപ്പ് ചേർക്കും. അപ്പോൾ അതൊക്കെ കുറേശ്ശെ ഉപ്പ് ചേർത്താൽ മതി. ഇതിപ്പോൾ ചിക്കനിലും ഉപ്പ് വരുന്നുണ്ട്, സവാളയിലും ഒക്കെ ഉപ്പ് വരുന്നുണ്ടല്ലോ. ഒക്കെ കുറേശ്ശെ ചേർക്കുക. കൂടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ തിന്നാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ ആവശ്യത്തിന് ഉപ്പ് ചേർത്താൽ മതി. അപ്പോൾ നമ്മുടെ ഫില്ലിങ് റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം ചേർന്ന് വന്നിട്ടുണ്ട്. ഇനി ഇത് ഞാൻ പത്തിരി ഉണ്ടാക്കുകയാണ്. ഞാനിങ്ങനെയാണ് പത്തിരി ഉണ്ടാക്കാറ്. കുക്കറിൽ പൊടി കലക്കിയിട്ടാണ്. ഈ പത്തിരി ഉണ്ടാക്കുന്ന വീഡിയോ ഞാൻ ഐ ബട്ടണിൽ കൊടുക്കാം. ഇത് കുറച്ച് ഈസി ആയിട്ട് നമുക്ക് പത്തിരി ഉണ്ടാക്കാനുള്ളൊരു സംഭവമാണ്. അപ്പോൾ സമൂസ ഉണ്ടാക്കാനുള്ള ഫില്ലിംഗ് ഒക്കെ റെഡിയാക്കി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലോട്ട് ചപ്പാത്തി മാതിരി പരത്തിയിട്ടാണല്ലോ നമ്മൾ അതിലോട്ടാണ് ഞാൻ ഫില്ല് ചെയ്യുന്നത്. മറ്റേ ഷീറ്റ് വാങ്ങിച്ച് ചെയ്യുന്നവർക്ക് അങ്ങനെ ചെയ്യാം. ഇതിപ്പോൾ ഞാൻ നാടൻ രീതിയിലാണ് ചെയ്യുന്നത്. അതിലോട്ട് ഞാൻ ചപ്പാത്തി മാതിരി പരത്തണമല്ലോ, അതിനായിട്ട് ഞാൻ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതിലോട്ട് 1/2 കപ്പ് മൈദപ്പൊടിയും 1/2 കപ്പ് ഗോതമ്പ് പൊടിയും പിന്നെ അതിലോട്ട് ഒരു 1.5 ടേബിൾ സ്പൂണും അരിപ്പൊടിയും ചേർത്തിട്ടുണ്ട്. അരിപ്പൊടി ചേർക്കുമ്പോൾ കുറച്ച് ക്രിസ്പി ആയിട്ട് നിൽക്കും. എന്നിട്ട് ഞാൻ എല്ലാം വെള്ളം അതിലോട്ട് ആവശ്യത്തിന് ഉപ്പെല്ലാം ചേർത്തുങ്ങാണ്ട് നന്നായിട്ട് കുഴച്ചെടുത്തതാണിത്. ഓയിൽ കുറച്ച് ചേർത്തിട്ടുണ്ട്, കയ്യിൽ ഒട്ടി പിടിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ട്. നന്നായിട്ട് ചേർത്തിട്ട് അതൊക്കെ കുഴച്ചെടുത്തു. എന്നിട്ട് ഞാൻ ചെറിയ ചെറിയ ബോൾസ് ആക്കി നമുക്ക് പരത്തിയെടുക്കണമല്ലോ. ചപ്പാത്തിക്ക് പരത്തുന്ന മാതിരി പരത്തിയിട്ട് നമ്മളിങ്ങനെ കട്ട് ചെയ്ത് കണ്ടാണല്ലോ അതിൽ ഫില്ല് ചെയ്യാം. അതിനായിട്ട് ഞാനിത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ബോൾസ് ആക്കി എടുക്കുകയാണ്. അധികം വലിപ്പം വേണ്ട, ഈ ഒരു സൈസിലൊക്കെ മതി.
അങ്ങനെ എല്ലാം നമുക്കിങ്ങനെ ബോൾസാക്കി എടുക്കാം, എങ്കിലേ നമുക്ക് പരത്തിയെടുക്കാൻ എളുപ്പമാവുകയുള്ളൂ. അപ്പം ഞാനിത് എല്ലാം ബോൾസാക്കി മാറ്റിയിട്ടുണ്ട്. ഇനി ഇതൊക്കെ ഞാനൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് നമുക്കിതൊക്കെ ഒന്ന് പരത്തിയെടുക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിൽ പൊടി വേണം, നമുക്ക് ഒട്ടിപ്പിടിക്കാണ്ടിരിക്കാൻ കുറേശ്ശെ പൊടിയാക്കി കിട്ടണം. ഒരുപാട് പൊടി വേണ്ട, അപ്പം ഭയങ്കര ഉറപ്പായിരിക്കും. അപ്പം നമുക്ക് കുറേശ്ശെ പൊടി ഇട്ടുങ്ങാണ്ട് നല്ല വട്ടത്തിലാക്കി ഇത് പരത്തിയെടുക്കുക. എന്നിട്ട് എന്നാലും നമുക്ക് നന്നായിട്ട് കട്ട് ചെയ്തുങ്ങാണ്ട് നാല് പീസാക്കി നമ്മൾ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ കട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അത്യാവശ്യം വലുപ്പത്തിൽ അത് പരത്തിയെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് കുറേശ്ശെ പൊടി ചേർത്ത് കൊടുക്കാം, അല്ലെങ്കിൽ ഒട്ടിപ്പിടിക്കും. ഇതിപ്പം മൈദപ്പൊടിയും ഗോതമ്പ് പൊടിയും മിക്സ് ആക്കിയത് കൊണ്ട് അധികം വലിയുന്നില്ല. മൈദപ്പൊടി മാത്രമാകുമ്പോൾ നമ്മളിങ്ങനെ പരത്തുമ്പം അത് വലിഞ്ഞ് കളിക്കും. അപ്പം ഇങ്ങനെ ആകുമ്പോൾ നല്ലതാണ്. ഇത് എന്നിട്ട് 4 പീസാക്കി നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ട് ഒരു ട്രേയിലോട്ട് ഇത് മാറ്റി വെക്കാം. കട്ടിക്ക് നമ്മൾ ഇട്ട് വെക്കുമ്പോൾ അത് ഒട്ടിപ്പിടിക്കും. അപ്പം അത് ശ്രദ്ധിച്ച് വെക്കാം. കുറച്ച് പൊടി വിതറി കൊടുത്തു കഴിഞ്ഞാൽ ഒട്ടിട്ടില്ല. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമുക്കിനി അടുത്തതും ഇതുപോലെ തന്നെ പരത്തിയെടുക്കാം. അത്യാവശ്യം വലുപ്പത്തിൽ തന്നെ പരത്തിയെടുക്കണം, എങ്കിലേ നമുക്ക് കുറച്ച് വലിയ സമൂസാക്കി ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പം ഇതാ നന്നായിട്ടിപ്പം വട്ടത്തിലായി വന്നിട്ടുണ്ട്, ഏകദേശം ഏറെക്കുറെ വട്ടത്തിലായിട്ടുണ്ട്. എന്നിട്ട് 4 പീസാക്കി നമ്മൾ നേരത്തെ ചെയ്ത മാതിരി തന്നെ അതങ്ങനെ കട്ട് ചെയ്തിട്ട് ട്രേയിലോട്ട് മാറ്റി വെക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതുപോലെ തന്നെ നമുക്ക് പരത്തിയെടുക്കാം. അങ്ങനെ നമ്മൾ എല്ലാ ബോൾസും പരത്തിയെടുത്തിട്ടുണ്ട്, പരത്തി കട്ടാക്കി വെച്ചതാണിത്. ഇനി നമുക്കിത് ഫില്ല് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഇതാ ഞാൻ ഓരോന്നെടുത്ത് അത് കോണാക്കി മാറ്റണം. ഒരു ഷേപ്പ് എന്തായാലും വേണമല്ലോ. അപ്പോൾ ഒരു കോൺ ഷേപ്പിൽ ഞാനിത് നന്നായിട്ട് അത് ഒട്ടിച്ചു കൊടുക്കണം. കൈ കൊണ്ട് ഇതിന് വേറെ ഇനി മൈദപ്പൊടിയുടെ പേസ്റ്റ് അതൊന്നും ആവശ്യമില്ല. നമ്മുടെ കൈ കൊണ്ട് തന്നെ നന്നായിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതി. അതിൻ്റെ എഡ്ജൊക്കെ നന്നായിട്ട് നല്ല ടൈറ്റാക്കി തന്നെ ഒട്ടിക്കണം, അല്ലെങ്കിൽ അത് നമ്മൾ ഓയിലോട്ട് ഇട്ട് കൊടുക്കുമ്പം അതെല്ലാം അതിൻ്റെ ഫില്ലിംഗ് എല്ലാം ഓയിലോട്ട് ചിന്തിപ്പോകും, എന്നിട്ട് ഇങ്ങനെ പൊട്ടിത്തെറിക്കും. അപ്പോൾ അത് ശ്രദ്ധിച്ച് വേണം ചെയ്യാൻ. എന്നിട്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് ഞാനിത് നിറച്ച് കൊടുക്കുന്നത്. സ്പൂൺ എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം, ഞാൻ കൈകൊണ്ട് തന്നെയാണ് അതൊക്കെ ഫില്ല് ചെയ്യുന്നത്. എന്നിട്ട് ഞാൻ നന്നായിട്ട് ഇതിൻ്റെ ഓരോ ഭാഗവും കോർണറും ഞാൻ നന്നായിട്ട് ഒട്ടിച്ച് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇതാ നല്ലൊരു ഷേപ്പായി വന്നിട്ടുണ്ടല്ലോ. ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നമ്മുടെ ഈ ഷീറ്റ് വാങ്ങിച്ച് നമ്മൾ സമൂസ ഉണ്ടാക്കുമല്ലോ, അതിലേറെ രുചിയാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ. കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, നമ്മൾ പരത്തി എല്ലാം ആക്കണമല്ലോ, അപ്പം എന്നാലും നമുക്ക് നല്ല രുചിയുള്ളത് കഴിക്കാം. എന്നിട്ട് ഇതാ എല്ലാം അതുപോലെ തന്നെ അങ്ങനെ എല്ലാ ഭാഗവും ഒട്ടിച്ചു കൊടുത്തിട്ട് നമ്മളിങ്ങനെ മാറ്റി വെക്കാം. അങ്ങനെ ഞാൻ ഇതെല്ലാം അങ്ങനെ ഫില്ലാക്കി എടുക്കുകയാണ്. ഇതെല്ലാം ഫില്ലാക്കിയതിന് ശേഷം പൊരിച്ചെടുക്കുന്നുള്ളൂ, എങ്കിൽ നമുക്ക് ഒറ്റയടിക്ക് തന്നെ പൊരിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് ഞാൻ മൊത്തം അങ്ങനെ ഫില്ലാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് പൊരിച്ചെടുക്കാം. അതിനായിട്ട് ഞാനിതാ പാൻ അടുപ്പത്ത് വെച്ച് ഓയിൽ ചൂടായതിന് ശേഷം അതിലോട്ട് ഓരോ സമൂസ അങ്ങനെ ഇട്ട് കൊടുക്കാം. സമൂസയുടെ ഒരു ഭാഗം കുറച്ചൊരു ലൈറ്റ് ബ്രൗൺ ആയി വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, മറച്ചിട്ട് കൊടുക്കുക. ഒരുപാട് ബ്രൗൺ ആവണ്ട, അപ്പം ഒരു എന്താ പറയുക ഭയങ്കര ഹാർഡായി പോവും. അപ്പം നമ്മളിതാ പാകത്തിന് ഇപ്പോൾ ഇതായിട്ടുണ്ട്. ഇടയ്ക്കൊക്കെ ഞങ്ങൾ മറച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇത് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരിയെടുക്കാം. ഒരു പാത്രത്തിൽ ടിഷ്യൂ പേപ്പർ വെച്ചിട്ട് നമുക്ക് അതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പം ഓയിൽ ഉണ്ടെങ്കിൽ ആ ടിഷ്യൂലോട്ട് അങ്ങ് വലിഞ്ഞു പോയിക്കോളും. അങ്ങനെ ഓരോ സമൂസയും നമുക്ക് ഇതുപോലെ മാറ്റി വെക്കാം. ഇനി അടുത്തതും ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡായി വരുമ്പോൾ നമുക്കിത് കോരിയെടുക്കാം. നല്ല രുചിയാണ്, ഇങ്ങനെ സമൂസ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നല്ല രുചിയാണ്. നമ്മൾ ഷീറ്റ് വാങ്ങിച്ച് ഫില്ല് ചെയ്ത് കഴിക്കുന്നതിനേക്കാളും രുചി തന്നെയാണ് ഇങ്ങനെ പരത്തിയിട്ട് അത് ഫില്ല് ചെയ്തിട്ട് പൊരിച്ചെടുത്ത് കഴിക്കുമ്പോൾ അതിന് പ്രത്യേക രുചി തന്നെയാണ്. അപ്പോൾ നമ്മുടെ സമൂസ എല്ലാം നമ്മൾ പൊരിച്ച് റെഡി ആയിട്ടുണ്ട്. നല്ല രുചിയാണ് കഴിക്കാൻ, നല്ല ക്രിസ്പി ആയി നിൽക്കുന്നുണ്ട്. തിന്നുമ്പോൾ തന്നെ നമ്മൾ അരിപ്പൊടി ചേർത്തുകൊണ്ട് നല്ല ക്രിസ്പി ആയിട്ടുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണേ.